നമസ്കാരം. പ്രധാന വാർത്തകൾ. സി സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ എംപിയായി സി സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിലാണ് സി സദാനന്ദൻ സത്യവാചകം ചൊല്ലിയത്. രാവിലെ 11-ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അഭിഭാഷകൻ ഉജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശിഗ്ല, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലുമാലയിൽ അന്വേഷണം. മൊഴി ഇന്ന് രേഖപ്പെടുത്തും. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലുമാലയുമായി ബന്ധപ്പെട്ട പരാതിയിൽ പരാതിക്കാരന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് എ മുഹമ്മദ് ഹാഷിമാണ് പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകുന്നത്. രാവിലെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുലിപ്പല്ലുമാല ഉപയോഗിച്ച കേസിൽ വേടൻ എന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്കെതിരെയും പരാതി ഉയർന്നത്. തൃശൂരിലെ പൊതുചടങ്ങിൽ സുരേഷ് ഗോപി പുലിപ്പല്ലുള്ള മാലയണിഞ്ഞ് പങ്കെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. 7 വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ചു. അഭിഭാഷകൻ അറസ്റ്റിൽ. തൃശൂർ പേരമംഗലത്താണ് സംഭവം. അഭിഭാഷകനും ഭാര്യയും 2 വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. കോടതി ഉത്തരവ് പ്രകാരം അച്ഛൻ ഞായറാഴ്ചകളിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്താണ് പീഡനം നടന്നിരുന്നത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഇവർക്കുണ്ടായിരുന്നത്. പിരിഞ്ഞു താമസിക്കുന്നതിനാൽ ഞായറാഴ്ചകളിൽ പിതാവ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകും. ആൺകുട്ടി അസുഖബാധിതരാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയ സമയത്ത് ഡോക്ടറോടാണ് പെൺകുട്ടി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. തുടർന്ന് ഡോക്ടർ വൈദ്യപരിശോധന നടത്തി വിവരം പോലീസിന് കൈമാറി. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ അധ്യയനം നാളെ മുതൽ. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അടച്ചിട്ട സ്കൂളിൽ നാളെ മുതൽ അധ്യയനം ആരംഭിക്കും. വൈദ്യുതി ജോലികൾ പൂർത്തീകരിച്ച ശേഷമാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നാളെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് നൽകും. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. പഞ്ചായത്ത് അംഗത്തിന്റെ ഭീഷണി. മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂളിൽ നിന്ന് മാധ്യമങ്ങൾ സ്കൂളിന് പുറത്തു പോകണമെന്ന് അധികൃതർ പിടിച്ചെടുക്കുമെന്ന് പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. CPM വാർഡംഗം നിബുവിന്റെ നേതൃത്വത്തിലാണ് മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്തത്. പോലീസ് നോക്കി നിൽക്കെയാണ് മാധ്യമപ്രവർത്തകരെ തടഞ്ഞത്. അതേസമയം സ്കൂളിൽ നിന്ന് മാധ്യമങ്ങളെ ഇറക്കിവിടുകയും മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത വിഷയത്തിൽ വിശദീകരണം തേടുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു.